വിശാൽ സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ആദ്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ ആണ് ഇപ്രാവശ്യത്തെ മെസ്സേജിൽ നൽകാൻ ആഗ്രഹിക്കുന്നത്. ഈ കാലഘട്ടത്ത് കഴിഞ്ഞ ഏകദേശം 2 ആഴ്ചയോളമായി ലോകത്തെല്ലായിടത്തും അതുപോലെ സഭയിലും സ്വർഗ വിവാഹ ആശീർവാദത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ, വാദവിവാദങ്ങൾ നടക്കുന്നതായിട്ട് നമുക്കറിയാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസി പലപ്പോഴും കൺഫ്യൂഷനിലാകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. ചിന്താക്കുഴപ്പത്തിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്. ഹോളി ഫാമിലി ചർച്ച് അസോസിയേഷനിലെ അംഗങ്ങൾ, പരിശുദ്ധ കന്യകാമാതാവ് രൂപം കൊടുക്കുന്ന ഈ സൈന്യനിരയിലെ അംഗങ്ങൾ യഥാർത്ഥ സത്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈശോ ഇപ്പോൾ ഇങ്ങനെയൊരു സന്ദേശം നൽകാൻ പ്രേരണ തരുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പ്രാവശ്യം നൽകിയ ആ വീഡിയോ മെസ്സേജിന് തൊട്ട് മുമ്പ് നൽകിയ ഒരു മെസ്സേജിൽ ഞാൻ പറഞ്ഞിരുന്നു, സഭയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു പിളർപ്പിനെ കുറിച്ച്. പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശമാണത്. അതുപോലെ ഈശോയും പല മിസ്റ്റിക്കുകളോട് നൽകിയ സന്ദേശമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ടാവുമായിരിക്കും. സ്വർഗ വിവാഹം ആശീർവദിക്കുന്നതിനെ കുറിച്ച് ഇന്ന് ആഗോള സഭയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സഭയാണ് ആഫ്രിക്കയിലെ കത്തോലിക്ക സഭ. അവിടെയുള്ള എല്ലാ ബിഷപ്പുമാരും ഒന്നിച്ചു ചേർന്ന് ഒരു ഉറച്ച തീരുമാനമെടുത്തു. ഒരു കാരണവശാലും സ്വർഗ വിവാഹത്തെ ആശീർവദിക്കുകയില്ല എന്ന്. അതോടൊപ്പം തന്നെ പോളണ്ടിലെ ബിഷപ്പ്മാരും ഒന്നിച്ചൊരു തീരുമാനമെടുത്തു. അവരും ഒരിക്കലും ഈ ഹീനമായ ഈ പാപത്തെ ഒരിക്കലും ആശീർവദിക്കില്ല എന്ന്. മാത്രമല്ല, ലോകത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചില നല്ല നല്ല ബിഷപ്പ്മാർ നിത്യസത്യത്തിൽ അടിയുറച്ച് തിരുസഭയുടെ പഠനങ്ങൾക്കനുസരിച്ച് യഥാർത്ഥമായ രീതിയിൽ തിരുവചനങ്ങൾക്കും സുവിശേഷ അടിസ്ഥാന ജീവിതം നയിക്കുന്ന കത്തോലിക്ക സഭയിലെ പിതാക്കന്മാരിൽ പലരും ഈ ഒരു സ്വർഗ വിവാഹത്തെ ആശീർവദിക്കേണ്ട എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ സ്വർഗ രതി, ഈ സ്വർഗ വിവാഹത്തെ ഇത്ര മ്ലേച്ഛമായി കാണുന്നത്? ഞാൻ പല പ്രാവശ്യം പറയുകയുണ്ടായി, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും തിരുസഭയുടെ അപ്പസ്തോലിക പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലും സഭാപിതാക്കന്മാരുടെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുമായിരിക്കണമെന്ന്. കാരണം ഇവയിൽ ഒരു തുള്ളി വെള്ളം ചേർക്കാൻ ഭൂമിയിൽ ആർക്കും ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. അത് പാടില്ല. തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നാം എവിടെയാണ് ഈ ഒരു സ്വർഗ രതി പാപമായി കാണുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്ന 19-ാം അധ്യായം. ഇതിനു മുമ്പ് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത്ര ഗൗരവമുള്ള കാര്യമാണ്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത്, ഈ ഭൂമിയിൽ എല്ലായിടത്തും ജീവജാലങ്ങളുണ്ട്. ഈ വായുവിൽ ജീവജാലമുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും. ഭൂമി കുഴിച്ചാൽ അതിൻ്റെ അടിയിലും ജീവജാലങ്ങളെ കാണാം, അണുക്കളെ കാണാം, ജീവാണുക്കളെ കാണാം. എന്നാൽ ഈ ഒരു ഭൂമിയിൽ ഒരു ജീവാണു പോലുമില്ലാത്ത ഒരൊറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ. ഒരു ജീവാണു പോലുമില്ലാത്ത. അതാണ് ചാവുകടൽ, അല്ലെങ്കിൽ ഡെഡ് സീ എന്ന് പറയുന്ന സ്ഥലം. അതിൻ്റെ കാരണമുണ്ട്. ഒരു ജീവാണു പോലുമില്ലാത്ത ഭീകരമായ ഒരവസ്ഥ ഇന്നും അവിടെ കാണാൻ സാധിക്കും. എന്താണ് ഇതിൻ്റെ കാരണം? പ്രിയപ്പെട്ടവരെ, സോദോം ഗൊമോറ എന്ന് പറയുന്ന ആ നഗരം അനേകർ തിങ്ങിപ്പാർത്ത ഒരു നഗരമായിരുന്നു.
എന്നാൽ ഭൂമിയിൽ മറ്റൊരു സ്ഥലത്തും കാണാതിരുന്ന ഒരു വലിയ മാരക പാപം അവിടെ ഉണ്ടായിരുന്നു. അതായിരുന്നു സ്വവർഗഭോഗം. സ്ത്രീ സ്ത്രീയുമായിട്ടും പുരുഷൻ പുരുഷനുമായിട്ടും പാപം ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആ രണ്ട് പട്ടണങ്ങളെ നശിപ്പിക്കുവാൻ കർത്താവ് തൻ്റെ ദൂതന്മാരെ അയക്കുകയാണ്. കർത്താവ് പ്രകാരം പറയുന്നുണ്ട് അതിനെപ്പറ്റി അബ്രഹാമിനോട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 20-ാം വാക്യം ഇപ്രകാരം പറയുന്നു. കർത്താവ് പറഞ്ഞു, സോദോമിനും ഗൊമോറായ്ക്കും എതിരെയുള്ള മുറവിളി വളരെ വലുതാണ്. അവരുടെ പാപം ഗുരുതരമാണ്. അതിനാൽ അവരുടെ പ്രവർത്തികൾ എൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുന്നോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോവുകയാണ്. അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു. അബ്രഹാം കർത്താവിനോട് താണു വീണപേക്ഷിക്കുന്നുണ്ട് പല പ്രാവശ്യം. അവസാനം പറയുന്നുണ്ട്, കർത്താവെ 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ആ നഗരത്തെ നശിപ്പിക്കരുതേ എന്ന്. കർത്താവ് പറഞ്ഞു, 10 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുക. കാരണം 10 പേർ വരെ ഇല്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് 4 പേർ, ലോത്തും ലോത്തിന്റെ ഭാര്യയും 2 മക്കളും. ആ ദൂതന്മാര് ലോത്തിന്റെ പക്കലെത്തി. ലോത്തിനെ അവിടെ നിന്ന് രക്ഷിക്കുകയായിരുന്നു ഉദ്ദേശം. എന്നാല് ചുറ്റുപാടും താമസിക്കുന്നവര് കണ്ടു 2 സുന്ദരന്മാരായ ചെറുപ്പക്കാർ ലോത്തിന്റെ ഭവനത്തിലേക്ക് വരുന്നത്. സന്ധ്യാസമയത്ത് അവരെല്ലാവരും ലോത്തിന്റെ വീടിന് ചുറ്റും തടിച്ചുകൂടി. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. 19-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. അവർ കിടക്കും മുമ്പേ സോദോം നഗരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്ന് യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് വീട് വളഞ്ഞു. അവർ ലോത്തിനോട് പറഞ്ഞു, രാത്രി നിന്റെ അടുക്കൽ വന്നവരെവിടെ? ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിൽ ഏർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരിക. ലോത്ത് പുറത്തിറങ്ങി കതകടച്ചിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ പറഞ്ഞു, സഹോദരനെ, ഇത്തരം മ്ലേച്ഛത കാട്ടരുതെന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു. പുരുഷ സ്പർശനമേൽക്കാത്ത 2 പെൺമക്കൾ എനിക്കുണ്ട്. അവരെ നിങ്ങൾക്ക് വിട്ടുതരാം. ഇഷ്ടം പോലെ അവരോട് ചെയ്തു കൊള്ളുക. പക്ഷേ ഈ പുരുഷന്മാരെ മാത്രം ഒന്നും ചെയ്യരുത്. എന്തെന്നാൽ അവർ എൻ്റെ അതിഥികളാണ്. അവർ മാലാഖമാരാണ്, ദൈവത്തിൽ നിന്ന് വരുന്നവരാണെന്ന് ലോകത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഒരു പിതാവ് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യം ഇവരെ ഉപദ്രവിക്കുന്നതിൽ നിന്നും അവർ മാറിപ്പോകട്ടെ എന്ന് കരുതി ഇപ്രകാരം പറഞ്ഞത്. എന്നാൽ അവർ പറഞ്ഞു, മാറി നിൽക്കൂ. അവർ അട്ടഹസിച്ചു. പരദേശിയായി വന്നവൻ ന്യായം വിധിക്കുവാൻ ഒരുങ്ങുന്നു. അവരോടെന്നതിനേക്കാൾ മോശമായി നിന്നോടും ഞങ്ങൾ പെരുമാറും. അവർ ലോത്തിനെ ശക്തിയായി തള്ളിമാറ്റി വാതിൽ തല്ലിപ്പൊളിക്കാൻ ചെന്നു. പക്ഷേ ലോത്തിന്റെ അതിഥികൾ കൈനീട്ടി അവനെ വലിച്ച് വീട്ടിനുള്ളിലാക്കിയിട്ട് വാതിലടച്ചു. വാതിൽക്കലുണ്ടായിരുന്ന എല്ലാവരെയും അവർ അന്ധരാക്കി. അവർ വാതിൽ തപ്പിത്തടഞ്ഞു, വലഞ്ഞു. ദൈവത്തിന്റെ മാലാഖമാരാണ്, അവർക്ക് ശക്തിയുണ്ട്. ഒരു നിമിഷം കൊണ്ട് അവിടെ തടിച്ചുകൂടിയിരുന്ന എല്ലാവരെയും അന്ധരാക്കി കളഞ്ഞു. ഉടൻ തന്നെ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടുകൊള്ളുക. ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ്. ഇവിടത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിന്റെ മുമ്പിലെത്തിയിരിക്കുന്നു. ഇവിടം നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. എന്താണ് മാലാഖമാർ പറഞ്ഞതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിന്റെ മുമ്പിലെത്തിയിരിക്കുന്നു. ഈ ഭയാനകമായ പാപത്തിന്റെ ഗൗരവത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് വ്യഭിചാരം, ചെടിക പാപങ്ങൾ ഏറ്റവും വലിയ പാപമാണ് വ്യഭിചാരം. എന്നാൽ അതിനേക്കാളും വലിയ ഗൗരവമായ പാപമാണ് ഇത്തരത്തിലുള്ള പ്രകൃതി വിരുദ്ധ പാപങ്ങൾ, ദൈവം വെറുക്കുന്ന പാപം, പ്രതികാരം വിളിച്ചു വരുത്തുന്ന പാപം. എന്താ സംഭവിച്ചത്? ആ നഗരത്തിന്മേൽ ദൈവം അഗ്നിയും ഗന്ധകവും
അയച്ചു. എങ്ങനെ? മല പോലെ അത്രമാത്രം ഘനത്തിൽ അഗ്നിയും ഗന്ധകവും അയച്ചത് വഴിയായി, മുകളിൽ നിന്ന് വർഷിച്ചത് വഴിയായി എന്ത് സംഭവിച്ചു? ആ നിലം തന്നെ ചെളിയിലേക്ക് ഒരു കല്ലിട്ടാൽ ആ കല്ല് താഴുന്നത് പോലെ ഈ 2 നഗരങ്ങളും 350 അടി താഴോട്ട് പതിച്ചു. ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സമുദ്രത്തട്ടിൽ നിന്നും ഏറ്റവും താഴെ കിടക്കുന്ന സ്ഥലമാണ് സൊദോം ഗൊമോറ ആയിരുന്ന ചാവുകടൽ, ഡെഡ് സീ. 350 അടി താഴോട്ട് പതിച്ചു. അവിടെ പതിച്ച കന്മഴയും ഗന്ധകത്തിൻ്റെയും ഭാരം കൊണ്ട് അവിടെ അടിഞ്ഞുകൂടിയ ആ ജലമാണ് പ്രിയപ്പെട്ടവരെ ഇന്നും ഏറ്റവും കൂടുതൽ ഉപ്പിൻ്റെ ലായനിക്ക്. അവിടുത്തെ ജലത്തിന് ഭയങ്കരമായ ഉപ്പിൻ്റെയും സൾഫറിൻ്റെയും ഗന്ധകത്തിൻ്റെയും സാന്ദ്രതയുള്ള ലായനിയായതുകൊണ്ട് ആ ജലത്തിന് മുകളിൽ കിടക്കാൻ സാധിക്കും, മുങ്ങിപ്പോയില്ല. എന്നാലൊരു കപ്പൽ പോലും, ഒരു വഞ്ചി പോലും അതിലേ പോകില്ല. കാരണം അത്രമാത്രം ഉപ്പിൻ്റെ ലായനിയായതുകൊണ്ട് തുരുമ്പ് പിടിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നും 4000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ സംഭവം ഇന്നും ആ ഡെഡ് സീ അതുപോലെ ആയിരിക്കുവാൻ ദൈവം അനുവദിച്ചത് എന്താണെന്ന് അറിയാമോ? വരാൻ പോകുന്ന തലമുറ ഈ ചാവുകടലിനെ നോക്കി മനസ്സിലാക്കണം. മാതാപിതാക്കൾ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, പാപത്തിൻ്റെ പരിണിതഫലം അതെത്ര വലുതാണ്. ഇനി എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള ഈ പാപത്തിലേക്ക് അവർ നിപതിച്ചത്? അതിൻ്റെ കാരണവും തിരുവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തെ അറിയാത്തവർ സ്വതേ ഭോഷന്മാരാണ്, ദൃഷ്ടിഗോചരമായ നന്മകളിൽ നിന്ന് ഉണ്മയായവനെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. ശില്പങ്ങളിൽ ശ്രദ്ധ പതിച്ച് അവർ ശില്പിയെ തിരിച്ചറിഞ്ഞില്ല. അഗ്നി, വായു, കാറ്റ്, നക്ഷത്ര വലയങ്ങൾ, ക്ഷോഭിച്ച സമുദ്രം, ആകാശ തേജസ്സുകൾ, ഇവ ലോകത്തെ ഭരിക്കുന്ന ദേവന്മാരായി അവർ കരുതി. അവയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് മനുഷ്യർ അവയെ ദേവന്മാരായി സങ്കല്പിച്ചെങ്കിൽ അവയേക്കാൾ ശ്രേഷ്ഠനാണ് അവയുടെ കർത്താവ് എന്ന് അവർ ഗ്രഹിക്കട്ടെ. സൗന്ദര്യത്തിന്റെ സൃഷ്ടാവാണ് അവയുണ്ടാക്കിയത്. അവയുടെ ശക്തിയും പ്രവർത്തനവും മനുഷ്യരെ വിസ്മയിപ്പിച്ചെങ്കിൽ അവയുടെ സൃഷ്ടാവ് എത്രയോ കൂടുതൽ ശക്തനെന്ന് അവയിൽ നിന്ന് അവർ ധരിക്കട്ടെ. ഈ മനോഹരമായ ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളും അത് കണ്ട് മനസ്സിലാക്കുന്ന ബുദ്ധിയുള്ള ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ അറിഞ്ഞുകൂടെ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ശക്തിയുണ്ടെന്ന്. ദൃശ്യവസ്തുക്കൾ മനോഹരമാകിയാൽ അവർ അതിൽ പ്രത്യാശ അർപ്പിക്കുന്നു, എങ്കിലും അവർക്ക് ന്യായീകരണമില്ല. ലോകത്തെ ആരാഞ്ഞ് ഇത്രയും അറിയുവാൻ കഴിഞ്ഞെങ്കിൽ ഇവയുടെ എല്ലാം ഉടയവനെ കണ്ടെത്താൻ വൈകുന്നത് എന്തുകൊണ്ട്? തിരുവചനം ചോദിക്കുകയാണ്. ഇതിന്റെ ബാക്കി നമ്മൾ റോമാക്കാർക്ക് എഴുതിയ വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി
അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കൊഴിവുകഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരമായ ദൈവത്തിന്റെ മഹത്വം നശ്വരമായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. പ്രിയപ്പെട്ടവരെ, സാമാന്യ ബുദ്ധിയുള്ള ഏതു മനുഷ്യനും ഈ ആകാശത്തിലെ അതിമനോഹരമായ നക്ഷത്രങ്ങളെ നോക്കുക, ഈ അതിമനോഹരമായ ഭൂമിയിലേക്കും നോക്കുക, സമുദ്രത്തിലേക്കും നോക്കുക. സമയാസമയത്ത് ഈ ഭൂമിയിൽ വസിക്കുന്നവർക്ക് മഴയും ചൂടും വെളിച്ചവും തണുപ്പും എല്ലാം നൽകുന്ന ദൈവം. ഇത് യാദൃശ്ചികമായി ഒരിക്കലും ഉണ്ടായതല്ല. ഇതിൻ്റെ പിന്നിലൊരു വലിയ ശക്തിയുണ്ടെന്ന് ഏത് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കും. ക്രിസ്തുമസിൻ്റെ ഈ സീസണിൽ നമ്മൾ 3 രാജാക്കന്മാരെ പറ്റി വായിക്കുന്നുണ്ട്. ആ 3 രാജാക്കന്മാർ ആരായിരുന്നു? അവർ വിഗ്രഹാരാധകരായിരുന്നു. അവർ രാജാക്കന്മാരായിരുന്നു. അവർ ജ്ഞാനികളായിരുന്നു. എന്നിട്ടും പ്രിയപ്പെട്ടവരെ, യെരൂശലേമിലും ലോകമാസകലം വസിക്കുന്ന യഹൂദന്മാർക്കോ പുരോഹിതന്മാർക്കോ ഒന്നും പണ്ഡിതർക്കോ ലഭിക്കാത്തൊരു മഹാഭാഗ്യം അവർക്ക് എങ്ങനെ ലഭിച്ചു? രക്ഷകനായ യേശുക്രിസ്തുവിനെ കാണുവാനുള്ള മഹാഭാഗ്യം. അതും വിദൂര ദേശത്ത് നിന്നും അവർ വന്നെത്തി. ദൈവത്തിൻ്റെ ആത്മാവരെ കൊണ്ടുവന്നു. ഒരു നക്ഷത്രത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്ത് പക്ഷേ ഈ ഒരു നിഗൂഢ രഹസ്യം എങ്ങനെ അവർക്ക് ലഭിച്ചു? വിജാതീയ സഹോദരങ്ങളായിരുന്നിട്ടും പ്രിയപ്പെട്ടവരെ, അവർ ശരിക്കും ഈ പ്രപഞ്ചത്തെ നോക്കി അവർ മനസ്സിലാക്കി. അവർക്ക് മനസ്സിലായി പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചത്തെ പറ്റിയും നക്ഷത്രങ്ങളെ പറ്റിയും പഠിച്ചപ്പോൾ ഈ പ്രപഞ്ചം അതിസങ്കീർണമായി സിസ്റ്റമാറ്റിക്കായിട്ട് നിർമ്മിച്ചിരിക്കുകയും മാത്രമല്ല ഇതിൻ്റെ പിന്നിലൊരു വലിയ ശക്തി ഇവയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കി. ആ ശക്തി അവർ ദൈവമെന്ന് വിളിച്ചു. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ തങ്ങളെ തന്നെ പൊടിയും ചാരവുമാക്കി അങ്ങേയറ്റം എളിമപ്പെടുത്തി. ആ പ്രിയപ്പെട്ടവരെ, അവരുടെ എളിമയിൽ ദൈവം അങ്ങേയറ്റം സന്തുഷ്ടനായി. അവർ കണ്ട പുതിയ നക്ഷത്രത്തെക്കുറിച്ച് അവർ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അതിൻ്റെ പേര് മെസ്സയ്യ എന്നാണ്. നിങ്ങളതിനെ പിന്തുടരുക, നിങ്ങൾക്ക് രക്ഷകനെ കണ്ടെത്താൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ ഏത് വിഭാഗക്കാരനായിക്കോട്ടെ, ഏത് ജാതി മതവർഗമായിക്കോട്ടെ, ഈ പ്രപഞ്ചത്തിലേക്കൊന്ന് നോക്കുന്ന പക്ഷം ഏറ്റവും കുറഞ്ഞ ഒരു സത്യം മനസ്സിലാക്കാൻ സാധിക്കും. ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു വലിയ ശക്തിയുണ്ട്. അത് ദൈവമാണ്. എന്നാൽ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം മനഃപൂർവം ദൈവമില്ല എന്ന് ശഠിക്കുന്നവർ, നിരീശ്വരവാദികൾ, അവർ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ദൈവത്തെ അവർ അപമാനിക്കുന്നു. വിശുദ്ധവചനം പറയുന്നു, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതരാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലും ഉപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടെ നിന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ.
അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയിൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നതിന് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ദൈവമുണ്ടെന്ന് അറിയാമായിരുന്നിട്ടും ആ ദൈവത്തെ അവഗണിക്കുകയും ആ ദൈവത്തിന്റെ സ്ഥാനത്ത് തങ്ങളുടേതായ വിഗ്രഹ ആരാധന, ആ ദൈവത്തിന്റെ സ്ഥാനത്ത് വിഗ്രഹത്തെ ആരാധിക്കുകയും സൃഷ്ടവസ്തുക്കളെ ആരാധിക്കുകയും ചെയ്തത് വഴിയായി ദൈവം ഉണ്ടെന്നറിഞ്ഞ ശേഷവും ദൈവത്തിന് കൊടുക്കേണ്ടതായ ആ ആദരവ്, ആ സ്നേഹം, ആ വലിയ റെഫറൻസ് കൊടുക്കാത്തത് വഴിയായി അവരെ അവരുടെ അനുചിത പ്രവർത്തികൾക്ക് ദൈവം പ്രകൃതി വിരുദ്ധ പാപങ്ങൾക്കായി ദൈവം വിട്ടുകൊടുത്തു. ഇത്തരത്തിലുള്ള പാപങ്ങൾ പ്രത്യേകിച്ച് സ്വവർഗഭോഗത്തിൽ പെടുന്നവരെ പറ്റി പറയുന്നു. അവർ എല്ലാ തരത്തിലുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും നിന്ദകരും ധിക്കാരികളും ഗർഭിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരുമായി തീർന്നു. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അത് ചെയ്യുന്നു. ഏറ്റവും ഗൗരവമായ പാപം, ഏറ്റവും വലിയ മാരക പാപം. ഈ പാപത്തിൽ മരിക്കുന്നവർ നിത്യശിക്ഷയ്ക്ക് അർഹരായിത്തീരുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണെന്ന എന്ന കൽപ്പന, ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു. മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മാരക പാപത്തിൽ പെടുന്നവർക്കൊരു സംഘടനയുണ്ട്. ഒരു സാത്താനിക് സംഘടനയാണത്. ഫ്രീമേസന്റെ സംഘടനയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗം. ഇങ്ങനെയുള്ള ഗൗരവമായൊരു പാപമല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി വർഷങ്ങളായി പരിശ്രമിക്കുന്ന ഒരു സംഘടന, ഫ്രീമേസന്റെ സംഘടന. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ശരിയായ സത്യങ്ങൾ ബോധ്യപ്പെടുത്തി തരാൻ ആരുമില്ലാത്തൊരവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത്? അതിന് ഏറ്റവും വലിയൊരു പോംവഴിയുണ്ട്. അതാണ് പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം. ഇവയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അച്ചട്ടായി വിശ്വസിക്കുക. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഗ്രന്ഥം, ഇതിന് പകരം വേറൊന്ന് എഴുതാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഈ ഒരു മതബോധന ഗ്രന്ഥം നിങ്ങളുടെ ഓരോ കുടുംബത്തിലും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇല്ലാത്തവർ എത്രയും വേഗം വാങ്ങുക. ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. വിശുദ്ധനായ ജോൺ പോൾ മാർപ്പാപ്പ ഈ മതബോധന ഗ്രന്ഥത്തെ പറ്റി പറയുന്ന ഒരു കാര്യം പറയട്ടെ. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിന് 1992 ജൂൺ 25 ഞാൻ അംഗീകാരം നൽകി. അത് പ്രസിദ്ധീകരിക്കുവാൻ ഇന്നെൻ്റെ അപ്പസ്തോലിക അധികാരം ഉപയോഗിച്ച് ഞാൻ അനുശാസിക്കുന്നു. വിശുദ്ധ ലിഖിതം, അപ്പസ്തോലിക പാരമ്പര്യം, സഭയുടെ പ്രബോധന അധികാരം എന്നിവയിൽ അധിഷ്ഠിതമോ ഇവയാൽ പ്രകാശിതമോ ആയ സഭയുടെ വിശ്വാസത്തിൻ്റെയും കത്തോലിക്ക പ്രബോധനത്തിൻ്റെയും വ്യക്തമായ പ്രകാശമാണ് ഈ ഗ്രന്ഥം. വിശ്വാസ പ്രബോധനത്തിനുള്ള
അസന്നിഗ്ധ മാനദണ്ഡവും സഭൈക്യത്തിനുള്ള സാധുവും നിയമാപരവുമായ ഉപകരണവുമാണ് ഈ ഗ്രന്ഥമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ അക്ഷയപ്രകാശത്തിലേക്കുള്ള തീർത്ഥാടനത്തിനിടയിൽ ക്രിസ്തു ശരീരമാകുന്ന ദൈവത്തിൻ്റെ സഭയിൽ പരിശുദ്ധാത്മാവ് നിരന്തരം ആവശ്യപ്പെടുന്ന നവീകരണത്തിന് ഈ ഗ്രന്ഥം ഉപകരിക്കട്ടെ. ഇതിൽ പറയുന്നത് 100% സത്യമാണ്. കണ്ണടച്ച് ഓരോ വിശ്വാസിക്കും വിശ്വസിക്കാൻ സാധിക്കും. എന്താണ് ഈ മതബോധന ഗ്രന്ഥം സ്വവർഗരതിയെപ്പറ്റി പറയുന്നത് ഒന്ന് കേൾക്കാം. 2357 പാരഗ്രാഫാണ് വായിക്കുന്നത്. സ്വവർഗത്തിൽപ്പെട്ട ആളുകളോട് മാത്രമുള്ള അല്ലെങ്കിൽ പ്രബലമായ ലൈംഗിക ആകർഷണം അനുഭവപ്പെടുന്ന പുരുഷന്മാർ തമ്മിലോ സ്ത്രീകൾ തമ്മിലോ ഉള്ള ബന്ധമാണ് സ്വവർഗഭോഗം. അവയെ തികഞ്ഞ ധാർമ്മിക അധപ്പതനമായി കാണുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാരമ്പര്യം എപ്പോഴും സ്വവർഗഭോഗ പ്രവർത്തികൾ അവയുടെ സഹജമായ പ്രകൃതിയാൽ തന്നെ ക്രമരഹിതമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവ സ്വാഭാവിക നിയമത്തിനും എതിരാണ്. അവ ലൈംഗിക പ്രവൃത്തിയുടെ ജീവദായകത്വത്തെ മുൻകൂട്ടി ഒഴിവാക്കുന്നു. അവ ശരിയായ വൈകാരിക ലൈംഗിക പൂരകത്വത്തിൽ നിന്ന് പുറപ്പെടുന്നവയാണ്. യാതൊരു സാഹചര്യത്തിലും അവയെ അംഗീകരിക്കുവാൻ സാധ്യമല്ല. തിരുസഭയുടെ കൽപ്പന ഇപ്രകാരം പറയുന്നു: യാതൊരു സാഹചര്യത്തിലും അവയെ അംഗീകരിക്കുവാൻ കഴിയുകയില്ല. സ്വവർഗ പ്രവണതയിലുള്ള വ്യക്തികൾ ശുദ്ധതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ആന്തരിക സ്വാതന്ത്ര്യം അഭ്യസിപ്പിക്കുന്ന ആത്മനിയന്ത്രണത്താലും ചിലപ്പോൾ സ്വാർത്ഥരഹിതമായ സുഹൃത്ത് ബന്ധത്തിൻ്റെ സഹായത്താലും പ്രാർത്ഥനയുടെയും കൗദാസിക കൃപാവരത്തിൻ്റെയും ശക്തിയാലും അവർക്ക് ക്രമേണയായും തീർച്ചയായും ക്രിസ്തീയ പൂർണ്ണത പ്രാപിക്കാൻ സാധിക്കേണ്ടതാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരു പാപത്തിൽ പതിക്കുന്ന വ്യക്തിക്ക് തിരിച്ചു വരുവാനുള്ള എല്ലാ അവസരങ്ങളുമുണ്ട്. പാപത്തെപ്പറ്റി ആത്മാർത്ഥമായി അനുദപിച്ചുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയും ത്യാഗപ്രവൃത്തികളും ദൈവത്തിൻ്റെ ആശീർവാദത്തിൽ നിന്ന് ലഭിക്കുന്ന ആ വലിയ ശക്തിയും അവരെ സഹായിക്കുന്നു ഇത്തരത്തിലുള്ള പാപങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ ടോക്കിൽ ഞാൻ പറഞ്ഞു, ആശീർവാദത്തിന് വലിയ ശക്തിയുണ്ട്. പക്ഷെ അത് എങ്ങനെയുള്ളവരിലാണ് ആ ശക്തി പതിക്കുന്നത്? ആത്മാർത്ഥമായ അനുതാപമുണ്ടായിരിക്കണം. ആത്മാവിൽ അഗാധമായ അനുതാപവും എളിമയും കർത്താവിൻ്റെ തിരുവചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് കടാക്ഷിക്കുന്നതെന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകനോട് തിരുവചനം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മനോഭാവത്തോടുകൂടെ പ്രിയപ്പെട്ടവരെ ആശീർവാദം സ്വീകരിക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള അനുഗ്രഹം ലഭിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇതൊരു മാരക പാപമാണെന്ന് അറിഞ്ഞുകൊണ്ടും തങ്ങളൊരു വലിയ മാരക പാപത്തിലാണ് എന്ന് മനസ്സിലാക്കി ബോധപൂർവം ഇത്തരത്തിലുള്ള ആൾക്കാർ അവരുടെ സ്വവർഗ വിവാഹത്തിനായി ഒരുങ്ങിക്കൊണ്ട് അവർ ആശീർവാദം ചോദിക്കുന്നത് അതെന്താണ്? അത് ദൈവനിന്ദയല്ലേ? പാപം ഇത്ര വലിയ പാപങ്ങൾ വെച്ച് ഏറ്റവും വലിയ പാപമാണ് ഈ മാരക പാപം. ലോകത്തിനറിയാം, ജനത്തിനറിയാം, വിശ്വാസികൾക്കറിയാം, അതിനായി ഒരുങ്ങുന്നവർക്കറിയാം, അതിന് ആശീർവാദം കൊടുക്കാൻ തയ്യാറാകുന്ന മിനിസ്റ്റേഴ്സിനറിയാം ഇത് വലിയ പാപമാണ്. പിന്നെ എന്തിനാണ് ഈ പ്രഹസനം? പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരും ഈ ആശീർവാദത്തെ ന്യായീകരിക്കുന്നവരുണ്ട്. അതിൽ വലിയ വലിയ പേരുകേട്ട പണ്ഡിതന്മാരുണ്ട്, അധികാരികളുണ്ട്. അത്ഭുതം തോന്നുന്നു. ഏറ്റവും കുറഞ്ഞ നിശബ്ദയിലായിരുന്നാൽ മതിയായി, ഏറ്റവും കുറഞ്ഞത് ഒന്നും മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. അനേകര് അങ്ങേയറ്റം ബഹുമാനിക്കുന്ന മഹത്തായ വ്യക്തികൾ
ഇവയെ ന്യായീകരിക്കുമ്പോൾ എത്രയധികം ജനങ്ങളാണ് തെറ്റിദ്ധാരണയിലേക്ക് പോകുന്നത്, തെറ്റിലേക്ക് പോകുന്നത്. എത്ര വലിയ പാപിയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, പാപം ഉപേക്ഷിക്കാൻ തയ്യാറായി ആശീർവാദം സ്വീകരിക്കുമ്പോൾ അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. ഉദാഹരണം, ഒരു കൊലപാതകി പെട്ടെന്നുള്ള കോപത്താൽ കൊലപാതകം ചെയ്തു, പിന്നീട് അതിനെക്കുറിച്ച് അനുതപിച്ച് ഒരു പുതുജീവിതം നയിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയാണെന്ന് കരുതുക. അനുതാപത്തിൻ്റെ, പരിത്യാഗ പ്രവൃത്തിയുടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശീർവാദത്തിനായി നിൽക്കുന്ന ആശീർവാദത്തിന് ആ വ്യക്തിക്ക് ലഭിക്കുന്ന ആശീർവാദം സഹായകമാകും. കാരണം നല്ല തീരുമാനത്തോടെ, നല്ല അനുതാപത്തോടുകൂടിയാണ് ആ വ്യക്തി ഇരിക്കുന്നത്. അതേപക്ഷം തൻ്റെ ശത്രുവിനെ വധിക്കുന്നതിന് വേണ്ടി ഉറച്ച തീരുമാനത്തോടുകൂടെ കടാരയ്ക്ക് മൂർച്ച കൂട്ടി സമയം നിശ്ചയിച്ച് ആ ഉദ്ദേശം പൂർണ്ണമായി നടപ്പിലാക്കാൻ ഉറച്ച ബോധ്യത്തോടുകൂടെ താൻ ചെയ്യുന്നത് ഏറ്റവും വലിയ പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഒരു പുരോഹിതന്റെ പക്കൽ ചെന്ന് ആശീർവാദം ചോദിച്ചാൽ അത് ആശീർവാദമാകുമോ? അതുപോലെ തന്നെയല്ലേ ഇത്? അതുപോലെ തന്നെയാണിത്. പാപമാണെന്ന് യഥാർത്ഥ ബോധ്യമുണ്ടായിട്ടും ആ പാപത്തെ ന്യായീകരിക്കുക. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക? ഇങ്ങനെയുള്ളവർ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ കാലഘട്ടത്ത് ഫരിസേയർക്ക്, നിയമ പണ്ഡിതന്മാർക്കും ചില പുരോഹിതന്മാരുടെ മേലിൽ അവർക്ക് ലഭിച്ച ശാപം പോലെയാണ്. പല പ്രാവശ്യം ദൈവവചനം കേട്ടു, തിരിച്ചു വരാനുള്ള ദൈവത്തിൻ്റെ ആഹ്വാനം ശ്രദ്ധിച്ചെങ്കിലും മനഃപൂർവ്വം ഹൃദയം കഠിനമാക്കി അവയെ സ്വീകരിച്ചില്ല. അങ്ങനെയുള്ളവര് ഇത്തരത്തിലുള്ള ആശീർവാദം സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഹൃദയം അതികഠിനമായി മാറുകയാണ്. എല്ലാ തിന്മകളും വർദ്ധിച്ചു വരും. നാം മുമ്പിൽ കേട്ട ഇത്തരത്തിലുള്ള വ്യക്തികൾ ഏത് തരത്തിലേക്ക്, എത്ര ഭയങ്കരമായ തിന്മയിലേക്കാണ് വഴുതി വീണുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആശീർവാദം പ്രിയപ്പെട്ടവരെ വീണ്ടും വീണ്ടും അവരെ തിന്മയിലേക്ക് മാത്രം പോകാനേ സഹായിക്കൂ. ഒരു കുടം കമത്തി വെച്ച് എത്ര വെള്ളം ഒഴിച്ചാലും അതിൽ നിറയില്ലല്ലോ. എങ്കിലും ഒരു ചോദ്യം നമ്മിൽ അവശേഷിക്കുന്നു. എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം? ഒരു വലിയ സമൂഹം ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് നമുക്കറിയാം. അതിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമില്ല പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ തിന്മയല്ല എന്ന് വരുത്തിക്കൂട്ടുക. മാത്രമല്ല, ഇങ്ങനെയുള്ളൊരു ആശീർവാദം ചോദിക്കുന്നതിലൂടെ ദൈവത്തെ കളിയാക്കുക, ദൈവത്തെ അപമാനിക്കുക, ദൈവത്തെ അവഹേളിക്കുക, നിന്ദിക്കുക. ഇതാണ്. മാത്രമല്ല, ഒളിഞ്ഞും തെളിഞ്ഞും ലജ്ജയോടുകൂടെയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പബ്ലിക്കായിട്ട്, പരസ്യമായിട്ട് ഈ പാപം ചെയ്യാനുള്ള ഒരു അനുമതി പത്രമാണ് ഈ ആശീർവാദം. നിങ്ങൾ ഭയപ്പെടേണ്ട, ഇതൊരു പാപമല്ല. അതിഭയങ്കരമായ ഈ പാപത്തെ പാപം അല്ല എന്ന് വരുത്തി ചേർക്കുക. മാത്രമല്ല, മറ്റനേകർക്ക് ഇത്തരത്തിലുള്ള പാപത്തിൽ, ഇങ്ങനെയുള്ള ഒരു പാപത്തിലേക്ക് ഉള്ള ഒരു ഇൻവിറ്റേഷനും കൂടിയാണിത്. ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട. ജനം അംഗീകരിച്ചു, ലോകം അംഗീകരിച്ചു, സഭ അംഗീകരിച്ചു. നിങ്ങൾ ഇനി ഭയപ്പെടോടെ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആശീർവാദവും ലഭിക്കും. ധൈര്യമായിട്ട് മുന്നോട്ട് വരിക. എന്തായിരിക്കും ഫലം? എന്തായിരിക്കും ഇതിൻ്റെ പരിണിത ഫലം? അധികം താമസിയായി നിങ്ങൾ കാണും. ഈ പാപം മറനീക്കി പുറത്തേക്ക് വരികയും ഇന്ന് യൂറോപ്പിലെ ഭൂരിപക്ഷം ക്രിസ്തീയ രാജ്യങ്ങളിലും സംഭവിച്ചതുപോലെ, സ്വവർഗരതി നിയമാനുസൃതമാക്കിയതുപോലെ ലോകമെല്ലായിടത്തും പതുക്കെ പതുക്കെ ഇത് വ്യാപിക്കുന്നത് കാണും. സഭ ഓക്കെ പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്താണെന്നറിയാമോ? കുറച്ച് നാളുകൾക്ക് മുമ്പ്
സുപ്രീം കോടതി ഒരു തീരുമാനമെടുത്തു. ഈ ഒരു പ്രകൃതി വിരുദ്ധ പാപത്തെ പ്രകൃതി വിരുദ്ധമായി പാപമായിട്ട് തന്നെ അവർ കണ്ടു. മറ്റ് പല രാജ്യങ്ങളും അംഗീകരിച്ചപ്പോൾ നമ്മുടെ രാജ്യം ഇതിനെ അംഗീകരിച്ചില്ല. നോക്കുക, ഒരു വിജാതീയ സമൂഹം ഭരിക്കുന്ന രാജ്യമാണ് നമ്മുടെ. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമുണ്ട്. ദൈവത്തിന് നന്ദി പറയാം. അങ്ങനെയുള്ള നല്ല നല്ല ന്യായാധിപന്മാർ ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് കർത്താവോട് പ്രാർത്ഥിക്കണം. കാരണം കുറച്ച് കഴിഞ്ഞ് ഇതിന് മാറാൻ സാധ്യതയുണ്ട്. സാത്താൻ അനേകരെ ഇത്തരത്തിലുള്ള തിന്മയിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ ന്യായാധിപന്മാർ ആ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള തിന്മയെ അംഗീകരിക്കാതിരിക്കാൻ. കാരണം അംഗീകരിച്ചാൽ ആ രാജ്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശിക്ഷ ഉണ്ടാവുന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. സൊദോം ഗൊമോറയെ സംഭവിച്ചതുപോലെ തന്നെ ഏതെല്ലാം രാജ്യങ്ങളിൽ ഈ നിയമം നിയമാനുസൃതമാക്കിയോ നിങ്ങൾ കാണും പ്രിയപ്പെട്ടവരെ അതിൻ്റെ പരിണിതഫലം. കാരണം വചനം ഒരിക്കലും തെറ്റില്ല. വചനത്തിന് ഒരിക്കലും തെറ്റ് പറ്റില്ല. എന്താണ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം എന്താണ് ഈ തിന്മയെപ്പറ്റി പറയുന്നത്? കേൾക്കുക. 5-ാം അധ്യായം 20 വാക്യങ്ങൾ. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം. പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം. മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം. തന്നെ തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മബുദ്ധിയെന്നും കരുതുന്നവന് ദുരിതം. തീനാളത്തിൽ വൈക്കോൽ തുരുമ്പ് പോലെ, അഗ്നിജ്വാലയിൽ ഉണക്കപ്പുല്ലുപോലെ അവരുടെ വേര് ജീർണിക്കും. അവരുടെ പുഷ്പങ്ങൾ പൊടി പോലെ പറന്നു പോകും. കാരണം അവർ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നിയമത്തെ നിരസിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ്റെ വചനത്തെ നിന്ദിക്കുകയും ചെയ്തു. അവിടുത്തെ ജനത്തിനെതിരായി കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് കരമുയർത്തി അവരെ പ്രഹരിച്ചു. പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. അവരുടെ മൃതശരീരങ്ങൾ തെരുവീഥികളിൽ മാലിന്യം പോലെ കിടന്നു. എന്നിട്ടും അവിടുത്തെ കോപം ശമിച്ചില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. യൂറോപ്പിലെ ഇത്ര വലിയ തിന്മയെ അംഗീകരിച്ച് നിയമാനുസൃതമാക്കിയ രാജ്യങ്ങളുടെ മേൽ വരാൻ പോകുന്ന വലിയ വിപത്തിനെ പറ്റി കേൾക്കുക. അതെ, ഇപ്പോൾ പശ്ചിമേഷ്യയിൽ തുടങ്ങി വച്ചിരിക്കുന്ന ഈ യുദ്ധം ഇതിൻ്റെ അവസാനം ഒരു വലിയ 3-ാം ലോകമഹായുദ്ധമായിരിക്കും. ആ 3-ാം ലോകമഹായുദ്ധത്തിൽ പ്രിയപ്പെട്ടവരെ യൂറോപ്പിലെ ഭൂരിഭാഗം രാജ്യങ്ങളും തകർന്ന് തരിപ്പണമാകും. അവരെ നശിപ്പിക്കുന്നതിന് ദൈവം ഒരുക്കിയിട്ടുള്ള സൈന്യം ഏതാണെന്നറിയാമോ? അതാണ് ചൈനയുടെ ലോകത്തിലെ ഏറ്റവും വലിയ അംഗങ്ങളുള്ള സൈന്യം. ചൈനയും റഷ്യയും കൂടി യൂറോപ്പിനെ നശിപ്പിക്കും, അമേരിക്കയെ നശിപ്പിക്കും. നോക്കുക എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് കേൾക്കുക. വിദൂരസ്ഥരായ ഒരു ജനതയ്ക്ക് അവിടുന്ന് ഒരു അടയാളം കാണിക്കും. ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവരെ ചൂളം വിളിച്ചു വരുത്തും. ഇതാ അതിവേഗം അവർ വരുന്നു. ആരും ക്ഷീണിച്ചിട്ടില്ല, ആരുടെയും കാലിടറുന്നില്ല. ഒരുവനും ഉറക്കം തൂങ്ങുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല. ആരുടെയും അരക്കച്ച അയഞ്ഞു പോവുകയോ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടുകയോ ചെയ്യുന്നില്ല. അവരുടെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളതാണ്. അവരുടെ വില്ല് കുലച്ചിരിക്കുന്നു. അവരുടെ കുതിരകളുടെ കുളമ്പുകൾ തീക്കല്ല് പോലെയും അവരുടെ രഥചക്രങ്ങൾ ചുഴലിക്കാറ്റ് പോലെയുമാണ്. അവരുടെ ഗർജനം സിംഹത്തിൻ്റെ പോലെയാണ്. യുവസിംഹങ്ങളെ പോലെ അവർ അലറുന്നു. അവർ മുരളുകയും ഇര പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ആർക്കും രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. അന്ന് അവർ അതിനെ നോക്കി കടലിൻ്റെ ഇരമ്പൽ പോലെ മുരളും. ആരെങ്കിലും ദേശത്തേക്ക് നോക്കിയാൽ അവിടെ അന്ധകാരവും അസ്വസ്ഥതയും ആയിരിക്കും. കാർമേഘങ്ങൾ പ്രകാശത്തെ വിഴുങ്ങിക്കളയും. വരാൻ പോകുന്ന 3-ാം ലോകമഹായുദ്ധത്തെ പറ്റിയാണിത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുക. ചിന്താക്കുഴപ്പത്തിൽ പെടരുത് പ്രിയപ്പെട്ടവരെ, ചിന്താക്കുഴപ്പത്തിൽ പെടരുത്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ കേട്ടവയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരുങ്ങുക, പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു,
ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. പുൽക്കൂട്ടിലെ ഉണ്ണീശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പലരും വാട്സപ്പ് വഴിയായി മെസ്സേജ് അയച്ചിരുന്നു. കാരണം സമയം കിട്ടാത്തതുകൊണ്ട് ഒന്നിനും മറുപടി അയക്കാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരു മറുപടി ആയിട്ടും കൂടെ അതുപോലെ ഈ ഹോളി ഫാമിലി ചർച്ച് അസോസിയേഷനിലെ എല്ലാവർക്കുമായി എല്ലാവർക്കും പ്രത്യേകമായി ആശംസകൾ കൈമാറുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശീർവാദത്തിനായി തലകുനിക്കാം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. The Lord be with you. Through the intercession of the Blessed Virgin Mary, Saint Joseph and all the angels and saints, may Almighty God bless you all. In the name of the Father, the Son, and the Holy Spirit. Amen.